കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് പാലക്കാട് മലമ്പുഴ ഡാം ഇന്ന് തുറന്നു. മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകൾ തുറന്നു. നദീതീരങ്ങളിലുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം അയച്ചിട്ടുണ്ട്. ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം ഈ പ്രദേശങ്ങളിലുള്ള പ്രത്യേകിച്ചും ഭാരതപ്പുഴയിൽ ഒരുപക്ഷെ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ഇരുകരകളും താമസിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ പട്ടാമ്പി, ഒറ്റപ്പാലം, അതുപോലെ ഷൊർണൂർ ഈ ഭാഗങ്ങളിലെ ഉള്ള സ്ഥലങ്ങളിലാണല്ലോ ചെറിയൊരു ഭീഷണി വന്നത്. അവിടെ എങ്ങനെയായിരുന്നു ജലനിരപ്പ് ഉയർന്നതിന് ശേഷമുള്ള സ്ഥിതിവിശേഷം? തീർച്ചയായും എസ്കെൻ, ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ കാര്യമായ രീതിയിലുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡാമിലെ വെള്ളം മാത്രമായിരുന്നു ഈ ഭാരതപ്പുഴയിലേക്കും അതുപോലെ തന്നെ ഗായത്രി പുഴയിലേക്കും ഒക്കെ എത്തിയിരുന്നത്. സാധാരണ പട്ടാമ്പി പാലത്തിന് മുകളിലേക്കൊക്കെ ശക്തമായ മഴ പെയ്താൽ വെള്ളം പോകുന്നതാണ്. എന്തായാലും ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ കര കവിഞ്ഞൊഴുകുകയാണ്. എല്ലാ മേഖലകളിലേക്കും, ചെറിയ ഇടങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ തീരത്തോട് ചേർന്ന് വെള്ളം കയറിയിട്ടുണ്ട്. ജാഗ്രത നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. 111.6 എന്ന 111.24 എന്ന ഒരു ജലനിരപ്പിലെത്തിയപ്പോഴാണ് ഇപ്പോൾ മലമ്പുഴ ഡാമിൽ 5 സെൻറ്റിമീറ്റർ വീതം 4 ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്. മീൻ പിടിക്കാൻ പോകരുത്, അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കരുത് എന്ന കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല. പക്ഷേ ഇപ്പോഴും ആകാശം കാർമേഘാവൃതമാണ്. രാത്രി ഒരുപക്ഷെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക്, ഇൻഫ്ലോ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഷട്ടറുകൾ ഒരു 5 സെൻറ്റിമീറ്റർ കൂടി ഉയർത്തേണ്ടി വരും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ നിലവിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. തീരത്തുള്ളവർ, ഭാരതപ്പുഴയുടെയും ഗായത്രി പുഴയുടെയും ഒക്കെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. എസ് കെ.